ഹലോ, നമുക്ക് 9th ചാപ്റ്ററിലേക്ക് പോയാലോ? 9th ചാപ്റ്ററിൻ്റെ പേരാണ് ദുനിയ രംഗ് ബിരംഗി. ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ലോകം. അപ്പോൾ ലോകം ഭയങ്കര കളർഫുള്ളാണ്. രംഗ് ബിരംഗി, നല്ല കളർഫുള്ളാണ്. അപ്പം നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞു, ഇനി അങ്ങോട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് മൊത്തം കളറിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ഇത് അതേപോലെ ഒരു ചാപ്റ്ററാണ്. ഇതിലും കളറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. नीला जैसे खुला आकाश है, सागर का नीला पानी है, मोर के सुंदर पंख है और पेड़ पर बैठे पंछी है. നീല കളറിനെ പറ്റിയാണ് പറയുന്നത്. നീല കളറിൽ എന്തൊക്കെയാണുള്ളത്? ജേസെ ഖുല ആകാശ്, തുറന്ന ആകാശമുണ്ട്. സാഗർ കാ നീല പാനി ഹേ, കടൽ, സാഗർ എന്ന് പറഞ്ഞാൽ കടൽ, കടലിലെ നീല വെള്ളമുണ്ട്. മോർ കെ സുന്ദർ പങ്ക് ഹേ, മോർ എന്ന് പറഞ്ഞാൽ എന്താ? പീകോക്ക്. അപ്പോൾ പീകോക്കിൻ്റെ സുന്ദരമായ പങ്ക് ഹേ, അതിൻ്റെ ചിറകുകളുണ്ട്, പീലിയുണ്ട്. ഓർ പേഡ് പർ ബൈറ്റെ പഞ്ചി ഹേ, അതായത് മരത്തിലിരിക്കുന്ന പക്ഷിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നീലേനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് പീല. പീല എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ. जैसे चमचमाता सूरज है, पक्का आम और केला है, सब्जियों में नींबू है और सूरजमुखी का फूल है. അപ്പോൾ പീല കളറിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ജേസെ ചംചമാത്ത സൂരജ് ഹേ, ചംചമാത്ത എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള സൂര്യനുണ്ട്. പക്ക ആം ഓർ കേല ഹേ, നല്ല പഴുത്ത മാങ്ങയും, കേല എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, ആമ്പഴവും വാഴപ്പഴവും ഉണ്ട്. സബ്ജിയോ മേ നീമ്പു ഹേ, സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, പച്ചക്കറികളിൽ നീമ്പു, ചെറുനാരങ്ങ, യെല്ലോ കളറാണല്ലേ. ഓർ സൂരജ്മുഖി കാ ഫൂൽ ഹേ, സൂരജ്മുഖി എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ, അപ്പോൾ സൺഫ്ലവറിൻ്റെ പൂക്കളുമുണ്ട്. ലാൽ, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ. ജേസെ ഫലോ മേ സേബ് ഹേ, പഴങ്ങളിൽ സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, അപ്പോൾ പഴങ്ങളിൽ ആപ്പിൾ ഉണ്ട്. പിന്നെ ഖുഷ്ബൂദാർ ഫൂൽ ഗുലാബ് ഹേ, നല്ല സ്മെല്ലുള്ള ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസ് ഫ്ലവർ ഉണ്ട്. ചെറി ഓർ ലാൽ ടമാട്ടർ ഹേ, ചെറി പഴങ്ങളും അതുപോലെ ലാൽ ടമാട്ടർ, നല്ല റെഡ് ടൊമാറ്റോയും ഉണ്ട്. ഓർ മേരി നാക്ക് പർ ഫുസി ഹേ, എൻ്റെ മൂക്കിൻ്റെ മുകളിലൊരു കുഞ്ഞ് കുരു ഉണ്ട്. കുരു എന്ന് പറഞ്ഞാൽ പിമ്പിൾ, നല്ല റെഡ് കളറിൽ. ഹര, ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ. ജേസെ ഹരി ഹരിയേ ഖാസ് ഹേ, അപ്പോൾ പച്ച പച്ച ഉണ്ട്, അവിടെയൊക്കെ ഉള്ള പോലെ പച്ച പുല്ലുണ്ട്. മീഠേ മീഠേ മട്ടർ ഹേ, മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, അപ്പം നല്ല മധുരമുള്ള ഗ്രീൻ പീസ് ഉണ്ട്. പാലക് ഓർ ബന്ദ് ഗോബി ഹേ, പാലക് എന്ന് പറഞ്ഞാൽ ചീര, പച്ച ചീരയുണ്ട്. പിന്നെ ബന്ദ് ഗോബി എന്ന് പറഞ്ഞാൽ ക്യാബേജ്, അതും ഉണ്ട്, ക്യാബേജും ഉണ്ട്. ഓർ പേഴ്ക്കെ ഹരെ ഹരെ പത്തേ ഹേ, എല്ലാ മരങ്ങളിലുള്ള പച്ച ഇലകളുമുണ്ട്. അപ്പോൾ ഈ കവിത ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ കവിതയാണ്. ഓരോ കളറിലും പല പല സാധനങ്ങൾ ഈ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമുക്ക് മെല്ലെ എക്സസൈസിലേക്ക് പോവാം. സോച്ചിയെ ഓർ ലിഖിയെ, अपनी पसंद के रंग पर कविता लिखिए. ഇവിടെ നമ്മുടെ കവിതയിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ബേസിലല്ലേ കവിത എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള, ഇവിടെ തന്നിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു കവിത എഴുതൂ. ജേസെ ദുനിയ രംഗ് ബിരംഗി കോ ലിഖാ ഗയാ ഹേ, അപ്പോൾ ദുനിയ രംഗ് ബിരംഗി എന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കളർ ഉപയോഗിച്ച് ഒരു ചെറിയ കവിത എഴുതൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സഫേദ്, സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ കവിതയിലില്ലായിരുന്നു അല്ലേ. ജേസെ ചമക്താ ഹുവ ചാന്ദ് ഹേ, ചാന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ. ബർഫ് കി സഫേദ് ചാദർ ഹേ, ബർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ്, നമ്മൾ ഹിമാലയത്തിലൊക്കെ കാണാറില്ലേ നല്ല മഞ്ഞ് പുതച്ചിരിക്കുന്ന. ചാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റ്, അപ്പോൾ മഞ്ഞിൻ്റെ കാർപ്പറ്റ് ഹേ. ശാന്ത് കബൂത്തർ കെ പങ്ക് ഹേ, കബൂത്തർ എന്ന് പറഞ്ഞാൽ പീജൻ, അപ്പോൾ നല്ല വൈറ്റ് പീജൻ്റെ ചിറകുകൾ. और बादलों की सफ़ेद
രായി ഹേ. അപ്പോൾ പിന്നെ നല്ല മേഘങ്ങൾ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കവിതയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ വേറൊരു കവിത എഴുതുക കേട്ടോ. കവിത മേ നീലെ രംഗ് കെ കുച്ച് ഉദാഹരൺ ആയേ ഹേ. ജैसे खुला ആകാശ്. അതായത് ഈ കവിതയിൽ നീല കളറിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജैसे खुला ആകാശ്, തുറന്ന ആകാശം. कविता में आए उदाहरण से अलग आप अपने अनुभव से नीले और पीले रंग के कुछ उदाहरण लिखिए. അപ്പോൾ കവിതയിൽ കൊടുത്തിരിക്കുന്നതല്ലാതെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒന്നോ രണ്ടോ എക്സാമ്പിൾ, നീലയ്ക്ക് മാത്രം പോരാ, നീലെ ഓർ പീലെ, ബ്ലൂ ഓർ യെല്ലോ, ഈ രണ്ട് കളറിനും കൊടുക്കുക. നിങ്ങൾ കൊടുക്കില്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നീല രംഗ് മേരി കിതാബ് കാ കവർ ഹേ. നിങ്ങൾക്ക് നീല കളറുള്ള ബുക്കുണ്ടോ? കവറുള്ള ബുക്കുണ്ടോ? നദി കാ സാഫ് പാനി ഹേ. അപ്പം നദിയിലുള്ള ശുദ്ധമായ വെള്ളത്തിന് നീല കളറാണ്. പിന്നെയോ പീലി തിത്ലി കെ പങ്ക് ഹേ. പീലി യെല്ലോ കളറിലുള്ള തിത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ പങ്ക്, ചിറകുണ്ട്. സ്കൂൾ ബസ് കാ രംഗ് ഹേ. പീല എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സിൻ്റെ കളറാണ്. നെക്സ്റ്റ് ശബ്ദോं का खेल. बेमेल शब्द को ढूंढ कर लिखिए. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ചൂഹ, എലി, ബില്ലി, പൂച്ച, കുത്ത, പട്ടി അല്ലെങ്കിൽ നായ, കുത്ത, ഡോഗ്, മച്ഛലി, ഫിഷ്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട്? മച്ഛലിയാണല്ലേ. ബാക്കിയെല്ലാം ലാൻഡിൽ ജീവിക്കുന്നതാണ്, മച്ഛലി മാത്രം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പം മച്ഛലി എന്ന് ഈ ഗ്യാപ്പിൽ എഴുതുക. നെക്സ്റ്റ് ദർവാജ, ഡോർ, ഖിഡ്കി, വിൻഡോ, ഛത്, ടെറസ്, പേഡ്, മരം. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാണ്? പേഡ്. അത് ഈ ഗ്യാപ്പിൽ എഴുതുക. നെക്സ്റ്റ് വൺ ഇസ് ചാദർ. ചാദർ എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ്, ഘർ എന്ന് പറഞ്ഞാൽ വീട്, തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ, ഗദ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്യൻ, ചെറിയ ബെഡ് പോലത്തെ കുഷ്യൻ. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? അതെ, ഘർ. അപ്പോൾ അത് ഇവിടെ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് സൈക്കിൾ, കാർ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, റെയിൽ എന്ന് പറഞ്ഞാൽ റെയിൽ. അപ്പോൾ ഉറപ്പായിട്ടും രാസ്തയാണല്ലേ. നെക്സ്റ്റ് ദൂത്, പാല്, പാനി, വെള്ളം, ലഡ്ഡു, ചാച്ച്, മോര്, ബട്ടർ മിൽക്ക്. അപ്പോൾ ഇതിൽ ആരാണ് ഓഡ് വൺ ഔട്ട്? ലഡ്ഡു. അപ്പോൾ അത് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്ക്ഷീറ്റൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഈ പാട്ടും പാടി നോക്കുക. ഓരോ കളറുകളിലുള്ള ഇനിയും കളറുകൾ കണ്ടുപിടിക്കുക. ആ കളറിലുള്ള നിങ്ങളുടെ ചുറ്റുപാടുള്ള സാധനങ്ങളൊക്കെ ഇനിയും പല കളറുകളും ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റിലുള്ള പല വസ്തുക്കളും എഴുതുക, അതിൻ്റെ പേരും മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.